ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ മൾട്ടി ഫങ്ഷണൽ പ്രിസർവ് ഫുഡ്സിൻ്റെ കിറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. 32 ഫുഡ്സ് വരുന്ന ഈ ഒരു കിറ്റ് ഞാൻ മുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോരോ ഫുഡായിട്ട് നമ്മൾ പരിചയപ്പെട്ട് വരികയാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ടുള്ള ബ്രൈഡിങ് ഫുഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഇത് സെക്കൻഡ് വണ്ണാണ്, ഫ്രിഞ്ച് ഫുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രിഞ്ച് ഫുഡിൻ്റെ ഫങ്ഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഫ്രിഞ്ച് ഫുഡ്. കണ്ടല്ലോ, ഒരു ഫ്രണ്ടിലായിട്ടൊരു കോൺ ഷേപ്പ് ഉണ്ട്, അതുപോലെ സെൻറ്ററിലൊരു ചാനലുണ്ട് ഒരു ഹൈറ്റിൽ. അപ്പോൾ ഇതാണ് ഫ്രിഞ്ച് ഫുഡ്. ഫ്രിഞ്ച് ഫുഡ് നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോർമൽ സ്റ്റിച്ചിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അതിൻ്റെ നേരെ സെൻറ്ററിൽ കണ്ടല്ലോ ഒരു ചാനൽ, അതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ നീഡിൽ ഒടിഞ്ഞു പോകും. സോ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ലെങ്ത്ത് 4ഉം അതുപോലെ സിഗ്സാഗ് സ്റ്റിച്ച് C സെലക്ട് ചെയ്യുക. അതുപോലെ വിഡ്ത്ത് 0യുടെയും 1ൻ്റെയും ഇടയിലുമായിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇതാ എങ്ങനെയാണ് വരിക, അതായത് ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു ചാനലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സിഗ്സാഗ് സ്റ്റിച്ച് വീഴുമ്പോൾ അവിടെ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പിലാണ് വരിക, ഒരു ലൂസ് വരും ആ ഒരു സ്റ്റിച്ചിന്. നമ്മൾ അല്ലാതെ സിഗ്സാഗ് ഇതുപോലെ സ്കലപ്പിനൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിൽ അത് പതിഞ്ഞ് കിടക്കുക ചെയ്യുക സ്റ്റിച്ച്. പക്ഷേ ഈ ഒരു ഫൂട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ചാനൽ അവിടെ സെൻറ്ററിലുകൊണ്ട് സ്റ്റിച്ച് കുറച്ച് ഒരു 3D ഇഫക്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫൂട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കിഡ്സിൻ്റെ ഡ്രസ്സുകളിലൊക്കെ കാണാമല്ലോ ഇതുപോലത്തെ ഡിസൈൻസൊക്കെ. അപ്പോൾ ഇത് വെച്ച് നല്ല ഡിസൈൻസൊക്കെ ചെയ്താലേ ഇതിൻ്റെ കറക്റ്റ് ഫങ്ഷൻ നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കർവൊക്കെ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ അതാ ഫസ്റ്റൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ഒരു പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ പതിയെ സ്റ്റിച്ചിൻ്റെ സ്പീഡ് കുറച്ചിട്ട് ചെയ്തപ്പോൾ കണ്ടോ ഈ ഒരു കർവിൻ്റെ അവിടെ നിന്ന് കണ്ടൊക്കെ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രാക്ടീസിനനുസരിച്ച് നല്ല സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ഇതുപോലെ വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ചെയ്തത് ആക്ച്വലി വേറൊരു ഡിസൈന്, വേറൊരു മോഡൽ ഈ ഒരു സ്റ്റിച്ച് വെച്ച് ചെയ്തത് ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തതായിരുന്നു. പക്ഷേ എനിക്കത് സക്സസ് ആയില്ല. അത് ആക്ച്വലി നോർമൽ ഫൂട്ട് ചെയ്യുകയാണ്. നോർമൽ ഫൂട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് നോർമലിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് നമ്മളിതുപോലെ നോർമൽ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഉള്ളതാണ് എനിക്ക് എത്ര ചെയ്തിട്ടും അങ്ങോട്ട് ക്ലിയർ ആയില്ല, കറക്റ്റ് ആവുന്നില്ല. ഇനി ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്താ അറിയില്ല. ബാക്കിൽ ഏതോ ഒരു ത്രെഡ് പിടിച്ച് അവർ വലിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ അഴിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ പിക്കിലൊക്കെ കണ്ട പോലെ ഒരു ഹാങ്ങിങ് പോലെ ചെയിനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനത് കറക്റ്റായില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ നോക്കി. കട്ട് ചെയ്തിട്ട് വേറെ ഡിസൈനായി, പക്ഷേ ഞാൻ വിചാരിച്ച ആ ഒരു ഇത് കിട്ടിയില്ല. ഇതൊക്കെ കണ്ടോ, അതൊക്കെ നമുക്ക് ഈ ഒരു ഫൂട്ടിൽ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയതാണ്. നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ പല ഡിസൈൻസ് നമുക്ക് ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രിഞ്ച് ഫൂട്ടിനെ പറ്റി ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പരിചയപ്പെടാനുള്ളതാണിത് 5 ഹോൾ കോഡിങ് ഫൂട്ട്. ഇതിൻ്റെ തന്നെ 7 ഹോളും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഒറ്റ വീഡിയോ ആക്കിയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.